ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി പ്രൗൺസ് സ്പാഗറ്റി ആണ്. സ്പാഗറ്റി ഒരു ഇറ്റാലിയൻ ഡിഷാണ്. ഇത് പാസ്തയുടെ ലിസ്റ്റിലാണ് പെടുക. ഗോതമ്പും വെള്ളവും വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ചേർത്താണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. മസാലകളൊന്നും ചേർക്കാത്ത ഒരു ഈസി സ്പാഗറ്റി റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യുന്നത്, ഒരു കോണ്ടിനെൻ്റൽ സ്റ്റൈലിൽ. ഇത് നോർമൽ പാസ്ത കുക്ക് ചെയ്യുന്ന ടൈം തന്നെയാണ് എടുക്കുള്ളൂ, ഒരു 10-15 മിനിറ്റ്. അപ്പോൾ കീപ് വാച്ചിങ് ഗായ്സ്. ഇതിനായി ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ ചെമ്മീനാണ്, വെള്ളത്തിലിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സ്, അതായത് വറ്റൽമുളക് പൊടിച്ചതും കുരുമുളകും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വരാം. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഇത് അൽജൂദിൻ്റെ ഒരു പാക്കറ്റ് സ്പാഗറ്റിയാണ് ഞാൻ എടുത്തത്. ഇതിൽ നിന്നൊരു 3/4 ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഉപ്പ് പിന്നെ ഈ സ്പാഗറ്റിയും ആഡ് ആക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നല്ലപോലെ വേവിച്ചെടുക്കണം. അത്യാവശ്യം നല്ലോണം വേവുണ്ട്. അങ്ങനെ നമ്മുടെ സ്പാഗറ്റി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റി വെള്ളം പോക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പം വെള്ളമൊക്കെ വലിഞ്ഞ് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പ്രൗൺസ് പൊരിച്ച അതേ ഓയിൽ തന്നെയാണ് എടുത്തത്. ഒലീവ് ഓയിലാണ് ഞാൻ പ്രൗൺസ് പൊരിക്കാൻ എടുത്തിരുന്നത്. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി ഇവ നല്ലപോലെ മിക്സ് ആക്കിയ ശേഷം നമുക്ക് ടൊമാറ്റോ സോസും സോയ സോസും ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കാം. പിന്നെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത പച്ചമുളക് ചേർത്തിട്ടുണ്ട്, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് വേവിച്ച് വെച്ച സ്പാഗറ്റി അതിലേക്ക് ആഡ് ചെയ്യാം. ഫ്രൈ ആക്കിയ പ്രൗൺസും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കാം. ഫ്രോസൺ ആയതുകൊണ്ട് ചെറിയ ചെമ്മീനാണ്, കാണാനൊന്നുമില്ല. അത്യാവശ്യം വലുതായിരുന്നു പാക്കറ്റിൽ കാണുമ്പോൾ. പിന്നെ വെള്ളത്തിലിട്ടപ്പോൾ ഒന്നുകൂടെ ചുരുങ്ങിപ്പോയി. ഫ്രൈ ആക്കുമ്പോൾ പിന്നെ ഒന്നുകൂടെ ചുരുങ്ങല്ലോ. അങ്ങനെ അപ്പോൾ കൂടി കുഞ്ഞു ചെമ്മീനായി മാറി. കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി സ്പാഗറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. പിന്നെ സൗദിയിലെല്ലാം അവരുടെ റൈസിലെല്ലാം ചേർക്കും സ്പാഗറ്റി. അതായത് കബ്സയിലും മന്തിയിലെല്ലാം ഉണ്ടാവും. നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം പാർസൽ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ എല്ലാം സ്പാഗറ്റി ഉണ്ടാവും. അങ്ങനെ നമ്മുടെ അടിപൊളിയും ടേസ്റ്റിയായ പ്രൗൺസ് സ്പാഗറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് മസാല ഇഷ്ടമുണ്ടെങ്കിലും മസാല വെച്ചിട്ടുള്ള ആ രീതിയിലും ചെയ്യാം. ഞാൻ മസാല ഒന്നും ചേർക്കാതെ ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാകുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.